பருந்த அந்த பருந்து கீழ 100 பசங்க. എടാ പിസ്റ്റലിന്റെ ആമോ ഉണ്ടാ പിസ്റ്റലിന്റെ ആമോ തന്നെ കിട്ടിയോ? ഇനി വണ്ടി കയറിയാ വണ്ടി കയറ ഒരാൾ ഇറങ്ങി വേറെ 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 നിങ്ങൾ രണ്ടു വേറെ വണ്ടി പറഞ്ഞേ ഞാൻ പറയാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ വണ്ടി ഇട് അടിയായേ ഇനി അവര് കുണ്ണായി ചെയ്യില്ല അങ്ങനടിക്കല അവരും ചെയ്തില്ല അവർക്ക് അറിഞ്ഞോടെന്ന് പറഞ്ഞാടാ അവര് നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് അറിഞ്ഞൂടാ അറിയത്തില്ല കൈ ഹാൻഡ്സപ്പ് ചെയ്തിരിക്കാൻ പറ അറിയത്തില്ലെന്ന് പറ ആരോ വെടിച്ചിട്ട് കയറിപ്പോയെന്ന് പറ അവർക്കറിയത്തില്ല ചന്ദ്രനെ കൊന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി ചന്ദ്രനെ കൊന്നിട്ട് വണ്ടി എടുത്ത് ചന്ദ്രനെ കൊന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല സൈഡ് എൻഡ് ചെയ്താ സൈഡ് എൻഡ് ചെയ്ത് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല സൈഡല്ല എൻഡ് ചെയ്താ ഞാൻ വേറെ സിറ്റുവേഷൻ അടയ്ക്കുന്ന പറയാം അവന് ലൈഫിൽ അവന് പേടിയില്ല പോലും അവന്റെ ലൈഫിനെ പേടിയില്ല അവനവന്റെ ലൈഫിന് പേടിയില്ല അവൻ ഇമ്മോർട്ടൽ മോനാ ആരാ നമ്മളെ പയ്യന്മാരെ അടിച്ചെന്ന് തോന്നുന്നു പീടി അടിച്ചാ ഏറുണ്ടായില് തന്നെ വണ്ടി കത്തിട്ടെ വണ്ടി കിട്ടുന്നുണ്ട് ഒന്ന് പോയ അങ്ങോട്ട് പോയെന്ന് ഓക്കെ നിങ്ങളുടെ എണ്ണൊക്കെ ഉണ്ടാ ഞാൻ വിടൂല ഞാൻ ഇങ്ങനെ ആർപ്പ് കളിക്കത്തുള്ളൂ ഞാൻ വിടത്തില്ല ഇപ്പൊ പോകുമ്പോ എന്താ അവര് വെടിവെച്ചൂല അത്ര തന്നെ അമ്മക്ക് അതിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്മര് പി വി പി മുമ്പട്ടിങ്ങി അമ്മര് പി വി പി മുമ്പട്ടിങ്ങി അമ്മര് പോകുമ്പോ ഒരു സൈഡിൽ നിർത്തണേ ഹലോ ഇല്ല അണ്ണു വേണ്ട ഗ്യാങ്ങിനെ ബാധിക്കും നിങ്ങൾ ഇന്റർഫിയർ ചെയ്യണ്ട ഇവിടെ നമ്മളാരെയാ കൊന്നേ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പത്തേക്കും പുള്ളി ആ വണ്ടി എടുത്തോണ്ട് പോയി എനിക്ക് അടിക്കാൻ വരണ്ട നിങ്ങൾ വരണ്ട ഇത് വേണ്ട ഗ്യാങ്ങിനെ അഫക്ട് ചെയ്യ വേണ്ട വരണ്ടേ വേണ്ട ഇല്ല എന്നെ അടിച്ചില്ല ഇവിടെ ഇവന്മാരൊക്കെ അടിച്ചു വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടത്തെ മറ്റേ അവയില്ലേ അവന്റെ പേരെന്തിനായിരുന്നു മജിസ്ട്രേറ്റാ അവനെ കൊന്നു ഹലോ അളിയ എവിടെ അളിയ ഇവിടെ അളിയ 7270 അളിയ 7270 അല്ലേ ഗ്യാങ് ഹൗസിൽ 2-3 കണ്ണു എടുത്തോണ്ടോയെ അതിന് ഗാങ് ഹൗസിൽ റോളില്ലല്ലോ ഗ്യാങ് ഹൗസില് റോളില്ലേ എടാ നിങ്ങൾ വരണ്ട ഞാൻ പറഞ്ഞ കേക്കണേ നിങ്ങൾ വരല്ലേ ഞാൻ പറയണേ വരണ്ട ഞാൻ ഇങ്ങനെ ആർപ്പി കളിക്കത്തുള്ളൂ ഞാൻ മര്യാദക്ക് ആർപ്പി കളിച്ചപ്പോഴത്തേക്ക് നിനക്ക് കഴപ്പാ വിളിക്കാം
മര്യാദയ്ക്ക് RP കളിക്കുമ്പോ കഴിക്കണം. ലൊക്കേഷൻ എവിടെയാന്ന് പറയടാ ഒന്ന് കാണാൻ. കേട്ടില്ലേ ഗോകു. PD മുകളിലുണ്ടോടാ? അല്ല സോറി ഇവിടെ പറഞ്ഞു. എടാ മുകളിലുണ്ടാ PD? ഹലോ സാറേ, ഡിഒജിയുടെ മുകളിൽ നമ്മളെ പേയ്മാരാണ്. അതിന്റെ ഓപ്പോസിറ്റുള്ള നേരത്തെ ഇവിടെ പീഡിയിലെ വണ്ടി കത്തിച്ച ഞാനാണ് ഈ വൈകിട്ട് വണ്ടി പൊക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും അകത്ത് കയറിയടാ. ഞാൻ അടിച്ചു. ഇല്ല മെയിൻ ഡോറിന്റെ അകത്തുണ്ട് എല്ലാണോ? എനിക്ക് കാണാം എല്ലാരും അകത്തുണ്ട്. ചന്ദ്രു ബ്രോ ഇവിടെ ജയിലുണ്ട് ബ്രോ താഴെ. അവിടെ വന്ന് എല്ലാവരും ഇവിടെ റൗണ്ട് ആ ജയിലിലെ വെള്ളം വരണം. ചന്ദ്രു വിട് ചന്ദ്രു ഹലോ ബ്രോ ചന്ദ്രു വിട് ചന്ദ്രു കേറി ഇല്ല വെയിറ്റ്, ഞാൻ വരാം. ഈ കുയ്യന്മാരെ പുറത്തിറങ്ങണം, എനിക്കത് കാണണം. ഹലോ ചന്ദ്ര, സിറ്റുവേഷൻ പ്രോപ്പർ ആയിരുന്നു. ഞാൻ സിറ്റുവേഷൻ അവിടെ നിന്ന് മജിസ്ട്രേറ്റ് ചേർന്നെ. മജിസ്ട്രേറ്റ് ഇപ്പോഴോ? ഇല്ല നേരത്തെ അത് എന്റെ ഇതല്ലേ ചന്ദ്ര? അതിനായിട്ട് അവന് ചേരേണ്ട കാര്യം എന്തിനാണ് അവിടെ നിന്ന്? അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് PD ഓഫീസറിന്റെ കൂടെ അവിടെ നിന്ന് കൊഞ്ഞനം കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ പൊട്ടിയ കാറിന്റെ അവിടെ നിന്നിട്ട് കാര്യമായിട്ട് എനിക്ക് ഫയറിംഗ് കണ്ടു കഴിഞ്ഞാൽ ആക്ഷൻ ആയിരിക്കും കേട്ടോ, രണ്ട് സൈഡ്. അതെ ഓക്കെ. അല്ല PD ഇറങ്ങി വരും ഇപ്പൊ. ആക്ഷൻ ആയിരിക്കും, രണ്ട് സൈഡ് ആക്ഷൻ ആയിരിക്കും. ഇവിടെ സിറ്റുവേഷൻ ഇല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ഇല്ല. ഇത് മജിസ്ട്രേറ്റിന് മനസ്സിലാവൂലേ? പുള്ളിക്കാരൻ ഇമ്മോർട്ടൽ അല്ലാണോ ബ്രോ? ചന്ദ്ര അതാ പറയുന്നേ, നേരത്തെ സിറ്റുവേഷൻ എൻഡഡ് ആണ്. ഇത് പുതിയ സിറ്റുവേഷനാ. പുള്ളി ചെറഞ്ഞത് പുതിയ സിറ്റുവേഷനാ. പുതിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ് സിറ്റുവേഷൻ? അതാ ചോദിക്കുന്നത്. പുള്ളി ചെറഞ്ഞന്നെ അവിടെ നിന്ന് കൊഞ്ഞനം കാണിക്കുന്നത്. അവിടെ നിന്ന് എന്റെ ശേഷം എന്റെ ഇതിന് ശേഷം ആളെന്തോന്ന് സംസാരിച്ചു അവിടെ നിന്ന് കൊഞ്ഞനം കാണിച്ചു. അവിടെ നിന്ന് കൊഞ്ചനം കാണിക്കുന്നത് എങ്ങനെയാണ് ബ്രോ? ഇത് അവിടെ നിന്ന് കൈ വെച്ചിട്ട് മറ്റേ ഇതൊക്കെ എന്താ കാണിച്ചു? എന്തോ ആംഗ്യമൊക്കെ കാണിച്ചു കൈ വെച്ച്. എന്ത് കാണിച്ചു? ഇങ്ങനെയൊക്കെ ഒരു സെക്കൻഡ്. എങ്ങനെ അഡ്മിന്റെ അടുത്ത് എങ്ങനെ പറയണത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു അഡ്മിന്റെ അടുത്തൊക്കെ എങ്ങനെ പറയണത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആക്ഷൻസ് ഇങ്ങനെ ചന്ദ്ര സെർവർ സൈഡ് എൻഡഡ് ആണ് ഈ സിറ്റുവേഷൻ. അഡ്മിനെ ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് കാണിച്ച്. അഡ്മിനെ ഇങ്ങനെ കാണിച്ച് കാര്യമായിട്ട് ഇത് ഇങ്ങനെ കാണിച്ച്
പുള്ളി അതാ പറയുന്ന ചന്ദ്ര. ഇപ്പൊ കറലി സെർവർ സൈഡ് എൻറ്റഡ് ആണ് ഈ സിറ്റുവേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ആയിട്ട് ഇല്ല ഫയർ ഇല്ല. ഞാൻ പുള്ളി രണ്ട് വർഷം കൊഞ്ഞന ഇല്ല അല്ലല്ല ഞാൻ അഡ്മിനെ ഞാൻ ഇവിടെ ഞാൻ കൊഞ്ഞനെ കാണിച്ചിട്ട് പോ. തിരിച്ച് കൊഞ്ഞനെ കാണിച്ചിട്ട് പോ. ഞാൻ വെടിവെക്കില്ല. തിരിച്ച് കൊഞ്ഞനെ കാണിച്ചിട്ട് പോവാ. ഞാൻ സിറ്റുവേഷൻ ഡ്രോപ്പഡ് ആണ്. ലീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ ആയിട്ട് പോകും. ലീവ് ചെയ്യാം. ചന്ദ്ര ഇല്ല ഞാൻ കേറില്ല. പ്ലീസ്. ഇല്ല ഇനിയിപ്പോ ഒരു നോട്ടിഫിക്കേഷൻ വരും. എത്ര തന്നെ വാസന്റെ അടുത്ത് പറ പുതിയ കോലി ഇടണമൊക്കെ. എന്താണ് ചന്ദ്ര നിങ്ങളൊന്ന് കേറിയാണ്? അതെ ഒരു കാര്യം ചെയ്യാളിയാ അല്ലെ മുക്കോ ഞാൻ നിക്കാന്ന് പുതിയ സോഫ എടുക്കാൻ കിടക്കാൻ. അല്ല എന്താ എടാ ഗണ്ണോണ എടാ ഗണ്ണോടത്തിന്റെ തോക്കില്ലേ ചന്ദ്ര വണ്ടി കേറും, നമുക്ക് പോവാം. ഞാൻ തിരിച്ചടിച്ചിട്ടുണ്ടെണ്ണ, ഒരു പ്രശ്നമില്ല. സെവൻ ടു ഫോർ എയ്റ്റ് 72448 എല്ലാം പീടിയെല്ലാം ഉള്ളതാ இருக்காங்களா? അല്ല നിങ്ങൾക്ക് റേഡിയോ കൊള്ളുന്നില്ല അവന്മാര് அப்படிதான் வந்திருக்க மாட்டேன் ഇവിടെ. എല്ലാരും കയറും. ലീഗൽ സ്മിത്ത് കം. എന്റെ സിറ്റുവേഷൻ ഇതായത്. അപ്പൊ എനിക്ക് ആ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായ എന്റെ സിറ്റുവേഷനാ അലമ്പായത്. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു RP അലമ്പായത്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇതിപ്പോ ഇന്ന് സെർവർ സൈഡ് എൻഡ് ആക്കിയിട്ട് നാളെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് മറ്റേ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണോ? ഇതെന്താ സ്ക്രിപ്റ്റഡ് ആണോ? എനിക്ക് അറിഞ്ഞൂടെ തന്നെ ചോദിക്കുക. ഇത് സ്ക്രിപ്റ്റഡ് ആണോ? അല്ല നാളെ തൊട്ട് ഇത് സെർവർ സൈഡ് എന്ത് ചെയ്തിട്ട് നാളെ ഇത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത്രയും ദേഷ്യമുണ്ട്. എനിക്ക് അത്ര ബുദ്ധിമുട്ടായോ ഒരു ഇത് ചെയ്യാന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. കഴിവില്ലാത്ത വാണങ്ങളെ കൊണ്ടെന്ന് കേൾക്കാനെന്നാവും മനസ്സിലായോ? കുറച്ച് കുണ്ടച്ചക്കളൊന്നും കൊണക്കുന്നില്ല കേട്ടിക്കാണെന്നാവും. ഓഹോ പിന്നെ നീ എന്നാ കുണ്ടാക്കിയാ നീ കളിക്കുന്നേ? സോറി നോക്കിയ പട്ടിപ്പൂറി മോനെ. നീ പിന്നെ എന്നാ കുണ്ണൊക്കെയാ കളിക്കണത്? RP നിനക്ക് കുണ്ണ ഊമ്പാ വൈകി നീ വേറെ ഏതെങ്കിലും പോയി കളിക്കടാ മയിരേ. നീ എന്ത് പറിക്കാനാ പിന്നെ കളിക്കുന്നേ? RS7 നോക്കിയാടാ പന്ന കഴിവേറി കഴിവില്ലാത്ത തന്തയില്ലാത്തവനെ നിന്റെ അടുത്താ ചോദിക്കണേ. നിനക്ക് പീടി കളിക്കുമ്പോ വെടി കൊള്ളും. കൊണ കാണിച്ചാ വെടി കൊള്ളും. വായി കയറും, ബുള്ളറ്റ് വായി കയറും, ഉണ്ട വായി കയറും. പിന്നെ ആരെ ഊമ്പാനാ കളിക്കണേ? നീ ആരെ ഊമ്പാനാ പിന്നെ ചെരക്കണ പിടിയിരുന്ന്? പണിക്ക് പോടാ. പിന്നെ നീ വേറെ വല്ലതും പണിക്കും പോടാ. നീ വേറെ പണിക്ക് പോ. നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. മനസ്സിലായില്ലേ? നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി കളി. നീ അത് മനസ്സിലാക്കി കളിച്ചാൽ മതി. എക്സ്പെഷ്യലി നീ അത് മനസ്സിലാക്കി കളിച്ചായത്. നീ ഇവിടെ ഊമ്പണ്ട. ഒന്ന് ഇട്ടാടാ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെടാ. ഞാൻ കാണിക്കട്ടെ. അത് ഒന്ന് കാണിച്ചേടാ. അതൊന്ന് ഇട്ടാടാ. ആരെങ്കിലും ഒന്ന് കാണിച്ചു തന്നു. അതൊന്ന് എൻ്റെ ഇതിലിട്ടെ. അറ്റ്ലീസ്റ്റ് എടാ BMA അവന്മാരെ കഷ്ടപ്പെട്ട് വന്നേടാ. അവർ നിന്നെക്കാട്ടിലും കഷ്ടപ്പെട്ട് സിറ്റിയിൽ ഗ്രൈൻഡ് ചെയ്ത് കുറെ വർഷങ്ങളായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട്
ഇവിടെ അവന്മാരെ സ്വന്തമായിട്ട് അവന്മാരെ പേരുണ്ടാക്കിമാര് ലൈവ് ഇടുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവർ അങ്ങനെ ചെയ്യുന്നവന്മാരുടെ അന്തസ്സുണ്ടോ നാറി നിന്നെക്കാട്ടിലും? മനസ്സിലായില്ലേ? നിന്നെക്കാട്ടിലും 10 ഇട്ട് അന്തസ്സുണ്ടോ അവന്മാർക്ക്? മനസ്സിലായില്ലേ? അവന്റെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. മനസ്സിലായില്ലടാ പന്നനെ? മനസ്സിലായ? അതിനുള്ള ഒരു യോഗ്യത നിനക്കില്ല. എന്നിട്ട് നീ അവനെ പറയുന്ന അവന്മാരെ പറയുന്ന എന്നിട്ട് നിന്നെ കൊണ്ട് പറ്റൂടാ ആർപ്പി ചെയ്യാൻ? നിന്നെ കൊണ്ട് പറ്റുമോ ആർപ്പി ചെയ്യാൻ? നീ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് പഠിക്കുന്ന എന്നാ ആർപ്പി ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പഠിക്കുന്ന ഇരുന്ന്. ടോർച്ച് ഇട്ടാടാ. നിട്ടേ ഞാൻ ഒന്ന് കാണട്ടെ. ചുമ്മാ നിൽക്കുന്നതിന് അടിച്ചൊന്നിട്ട് മാസം അടിക്കാൻ വരുന്നേ. അത് കണ്ട ശിഖണ്ഡി പുണ്ടച്ച മക്കളൊക്കെ കഴിവുള്ളമാര് കൊണച്ചാ കുഴപ്പമില്ല. ഇത് കഴിവില്ലാത്ത വാണങ്ങളെ കൊണെന്ന് കേൾക്കാം. നിനക്ക് പിന്നെ ഭയങ്കര കഴിവാണല്ലോ. നിനക്ക് പിന്നെ ഭയങ്കര കഴിവുള്ളതുകൊണ്ടാണല്ലോ. നിനക്ക് ഇങ്ങനെ ഭയങ്കര കഴിവുള്ളതാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ. തള്ളയാത്ത കുറച്ച് പുണ്ടച്ചക്കളൊന്ന് കൊണക്കുന്നെല്ലാം കേട്ടിക്കാനാണ്. ആരടാ തള്ളേ? നിന്റെ ആണോ? എന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയണായിരുന്നു ലൈവില്? നീ ആയാ തെറി പറയല്ലേ? തെളി പറയുന്നില്ല. സോറി. തെറി നീ ഇപ്പൊ പിന്നെ മറ്റേ ബൈബിളിലെ വാക്യമാണോ മയിലേരുത് പറഞ്ഞ? നീ ബൈബിളിലെ വാക്യം പറഞ്ഞാണോ ഇരിക്കണ ഇപ്പം? സോറി എന്നാ തോന്നിയാസം കാണിക്കുന്ന എന്തൊരു തോന്നിയാസാണ് ഇതൊക്കെ. എന്തും ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട് ഇവിടെ. അതാണ് ഈ തോന്നിയാസം കാണിക്കുന്നതാണ്. കാണിക്കും എന്ത് ഇത് നമ്മൾ കാണിക്കും. തോന്നിയാസം കാണിക്കൂടാ. നീ കാണിച്ചത് നീ കാണിച്ചത് നല്ല A ക്ലാസ് പരിപാടിയാണല്ലോ. നല്ല A ക്ലാസ് RP ആണല്ലോ നീ നിന്റെ PD ഇപ്പൊ കുറച്ചേരത്തെ കാഴ്ച വെച്ചത്. നീ നിന്റെ ഡിപ്പാർട്ട്മെന്റും A ക്ലാസ് RP കളിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നിനക്ക് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഈ യൂംബിയ സെർവറിൽ നിന്ന് പോയാലും സീനില്ല. എൻ്റെ ചെക്ക് അഴിച്ചിട്ട് പോയാൽ മതി. നിജാദ് 10 പോയി കിടന്ന് ഉറങ്ങടാ പൊലയാടി. ആദ്യം നാളെ സ്കൂളിൽ പോണ്ടേ? നിനക്കാളെ സ്കൂളിൽ പോണ്ടേ? നീ എന്ത് ഇരുന്ന് പറയുന്നേ? ഈ സെർവറിൽ നിന്ന് പോയാൽ മതി. ഏത് സെർവറിൽ പോയി കളിക്കാനാ? നിന്റെ അച്ഛൻ വേറെ സെർവർ ഉണ്ടാക്കി കൊടുക്കുമോ അവന്മാർക്ക്? നിജാദെ നിനക്കൊരു സെർവറിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അറിയാം എന്താന്ന്? കുറച്ച് കാശ് പൊട്ടിച്ചൊന്നും നടക്കൂല. അത് കുറച്ച് കാശ് പൊട്ടിച്ചാലും നടക്കണ പരിപാടിയില്ല സെർവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നീ തമാശ പറയാണാ? W സപ്പോർട്ടർ തെളി വിവരമില്ല. സൂപ്പർ. ചുമ്മാ നിൽക്കുന്നതിന് അടിച്ചൊന്നിട്ട് മാസം അടിക്കാൻ വരുന്നേ. ഉണ്ടാക്ക് മര്യാദ വേണ്ടാന്ന് വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ 4 സൈഡിൽ നിന്ന് കഴയാണ് ഞാൻ കാണുന്നത്. ഇനി നാളെ തൊട്ട് ഞാൻ നേരെ സിറ്റിയിൽ ഗണ്ണുമായിട്ട് അങ്ങ് ഇറങ്ങും. വെടിവെക്കും എല്ലാത്തിനെയും.